നമസ്കാരം. നമ്മൾ ലീവിലേക്ക് കടക്കുകയാണ്. ലീവ് എന്നുള്ള ചാപ്റ്റർ 9 ആണ്. 9 നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞുള്ള ചാപ്റ്റർ എടുത്തായിരുന്നു. നേരത്തെ ജോയിനിങ് ടൈം എടുത്തു. അതിന് കാരണം ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. അപ്പോൾ ലീവ് നമ്മൾ ഇന്ന് ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ വാട്ട് ഈസ് എ ലീവ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ചോദ്യം ഒരിക്കലും വരില്ല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് എ ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് ഈസ് ആൻ ഓതറൈസ്ഡ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി. ലീവ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആബ്സെൻസ് ആണ്. ഡ്യൂട്ടിയിൽ നിന്നുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആബ്സെൻസ്. ഡ്യൂട്ടിയിൽ നിന്ന് അനധികൃതമായി വിട്ടു നിൽക്കുകയല്ല, അധികൃതമായിട്ട് വിത്ത് സാങ്ഷൻ നമ്മൾ വിട്ടു നിൽക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ലീവ് എന്ന് പറയുന്നത്. ലീവ് നമുക്ക് വരുന്നത് 61 മുതൽ 125 വരെയുള്ള റൂൾസിലാണിത് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ 9 61 മുതൽ 125 വരെ 124 വരെയുള്ള റൂളുകൾ അതിനകത്ത് വരിക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള റൂൾ എന്നുള്ള റൂൾ 65 ആണ്. എന്താണ് റൂൾ 65 പറയുന്നത്? ലീവ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് എന്ന് പറയുന്നത് ആരുടെയും അവകാശമല്ല. സാങ്ഷനിങ് അതോറിറ്റി ക്യാൻ റെഫ്യൂസ് ഓർ റിവോക്ക് എനി കൈൻഡ് ഓഫ് ലീവ്, ബട്ട് ഹി കാൺ ആൾട്ടർ വൺ കൈൻഡ് ഓഫ് ലീവ് ടു അനദർ വിത്തൗട്ട് ദ റിട്ടൺ റിക്വസ്റ്റ് ഓഫ് ദി കൺസേൺഡ് ഓഫീസർ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ലീവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലീവൊക്കെ ക്രെഡിറ്റിലേക്ക് വരും, പക്ഷെ അത് എടുക്കുക എന്നുള്ളത് ആരുടെയും അവകാശമല്ല. സാങ്ഷനിങ് അതോറിറ്റിക്ക് ഏത് ലീവും റിഫ്യൂസ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണെന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ചില ഓഫീസിൻ്റെ ഫംഗ്ഷൻ വൃത്തിയായിട്ട് പോകണം, എല്ലാവരും ചുമ്മാ ലീവ് എടുത്തു കഴിഞ്ഞാൽ പരിപാടി തീരും. അതിനാണ് സാങ്ഷനിങ് അതോറിറ്റിക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ലീവ് അപ്ലൈ ചെയ്ത് അത് റിഫ്യൂസ് ചെയ്യാം, തരാൻ പറ്റില്ല എന്ന് പറയാം. ഇനി റിവോക്ക് ചെയ്യാം. ലീവ് ഒരിക്കൽ സാങ്ഷൻ ചെയ്ത് വിട്ട് എമർജൻസിയിൽ റീകോൾ ചെയ്യാം അവരെ, അല്ലെങ്കിൽ റിവോക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ സാങ്ഷനിങ് അതോറിറ്റിക്ക് ഒരിക്കലും ഒരു ലീവ് അയാൾ അപ്ലൈ ചെയ്ത ലീവ് മാറ്റി വേറൊരു ലീവിലേക്ക് മാറ്റാനുള്ള അധികാരം ഇല്ല. ഇത് റൂൾ 65 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. ഇത് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലീവ് റൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ലീവ് ക്രെഡിറ്റ് വരുന്ന റൈറ്റ് അല്ല എന്ന് അല്ല. ലീവ് ക്രെഡിറ്റിൽ വരും, അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ റൈറ്റ് അല്ല, അവകാശമല്ല. നമുക്ക് ലീവുണ്ട്, നമുക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷേ അത് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ തരണം എന്ന് ഒരു നിയമവും ഇല്ല, അറിഞ്ഞിരിക്കുക. പിന്നെ ലീവിനെ സംബന്ധിച്ച് ജനറലായിട്ട് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ എല്ലാ ലീവും പാസ്സാക്കേണ്ടത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഓഫീസിൻ്റെ അധികാരപ്പെട്ട അധികാരിയാണ്. പക്ഷേ 6 മാസത്തിന് മുകളിലുള്ള ലോസോപ്പേക്ക് നമ്മൾ KSRലൊരു വാക്ക് LWA എന്ന് പറയും. ഈ LWA എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് മുകളിലാണെങ്കിൽ അത് പാസ്സാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഗവൺമെൻറ് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ പറയുന്ന 2 കാര്യങ്ങളാണ്. നമ്മൾ സസ്പെൻഷൻ പീരീഡ്, അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടെ സസ്പെൻഷൻ പീരീഡിൽ ഒരു അന്വേഷണമൊക്കെ കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥനെ കുറ്റമറ്റത്തിനാക്കിയിട്ട് പറയുകയാണ് അയാളുടെ സസ്പെൻഷൻ ചെയ്യുന്ന പീരീഡ് മുഴുവൻ ലീവ് ആക്കിക്കോളാൻ പറഞ്ഞാൽ അവിടെ ലോസോപ്പേ ഉള്ളു, വേറെ ലീവൊന്നും ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ലോസോപ്പേ പാസ്സാക്കാൻ ഗവൺമെൻറ് പോകേണ്ട കാര്യമില്ല. അതങ്ങനെയാണ്. പിന്നെ അപ്പൻഡിക്സ് 12A-യിലും 12C-യിലും വരുന്ന ലീവുകൾ പാസ്സാക്കാനുള്ള പൂർണ്ണാധികാരം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് എന്ത് ലീവാണെന്നൊക്കെ നമ്മൾ പിന്നീട് പഠിച്ചോളും. ഓക്കെ, ഇത് രണ്ടുമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട്, പ്രിഫിക്സിങ്ങും സഫിക്സിങ്ങും. ലീവിനെ സംബന്ധിച്ച് എന്താണ് പ്രിഫിക്സിങ്ങും സഫിക്സിങ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ലീവ് അപ്ലൈ ചെയ്താൽ ലീവ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ലീവ് ആണെങ്കിൽ ആ ഞായറാഴ്ച ലീവിലേക്ക് വരില്ല, തൊട്ട് പുറകിൽ അത് നമ്മൾ ഡ്യൂട്ടിയായിട്ട് എടുക്കും. അത് നമ്മൾ പ്രിഫിക്സ് ചെയ്യുക. അതുപോലെ ശനി വരെ ലീവ് എടുത്താൽ പിന്നെ തിങ്കളാഴ്ച ഓഫീസിൽ വന്നാൽ മതി. ആ ശനിക്ക് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വരുന്ന ഞായറാഴ്ച നമുക്ക് ഡ്യൂട്ടിയായിട്ട് പരിഗണിക്കാം. ഇതിനെയാണ് പ്രിഫിക്സിങ് സഫിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ലീവ് എടുക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന ഇൻ്റർവീനിങ് സൺഡേസ് അല്ലെങ്കിൽ ഹോളിഡേ PHകൾ, പബ്ലിക് ഹോളിഡേയ്സ് ഒരിക്കലും നമുക്ക് ഡ്യൂട്ടിയായിട്ട് എടുക്കാൻ പറ്റില്ല. 2 അറ്റത്തും വരുന്നത് നമുക്ക് ജോയിൻ ചെയ്യാം. എന്തായിട്ട് ജോയിൻ ചെയ്യാം? ലീവ് ആകേണ്ട കാര്യമില്ല. ഇവിടെ ഒരു എക്സെപ്ഷൻ റൂൾ 68-ൻ്റെ നോട്ടിൽ ഗവൺമെൻറ് പറഞ്ഞ എക്സെപ്ഷൻ ഇതാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ
ലീവൊക്കെ എടുത്തു, അങ്ങനെ പ്രിഫിക്സും സഫിക്സും ചെയ്തു. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്ട്രെങ്തിലാണ്, വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ലീവ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പരിപാടി നടക്കുകയില്ല. എപ്പോൾ നടക്കുകയില്ലെന്ന് ചോദിച്ചാൽ ആ പേരും കൂടെ, ആ ഞായറാഴ്ചയും കൂടെ കവർ ചെയ്താണ് നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെങ്കിൽ അത് ഡ്യൂട്ടി ആവില്ല, പകരം ലീവായി തന്നെ മാറും. അറിഞ്ഞിരിക്കുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചെടുത്താൽ നമ്മൾ ലാസ്റ്റ് ഇപ്പം ശനിയാഴ്ച വരെ ലീവ് എടുത്തു, അടുത്ത ഞായറാഴ്ച ഡ്യൂട്ടി ആക്കി തിങ്കളാഴ്ച ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് പ്രിഫിക്സിങ് സഫിക്സ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഈ കളി നടക്കുകയില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാണെങ്കിൽ ആ ഞായറാഴ്ചയും കൂടെ നമ്മുടെ എന്തായിട്ട് മാറും, ലീവായിട്ട് മാറും, ഡ്യൂട്ടി ആവില്ല എന്നർത്ഥം. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരാൾ ലീവ് എടുത്താൽ അയാൾക്ക് ചുമ്മാ വന്ന് ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അയാൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. റൂൾ 71 പറയുന്നൊരു കാര്യമാണ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. അത് കൊടുക്കാണ്ട് അയാളെ സർവീസിൽ തിരികെ പ്രവേശിക്കാൻ പാടില്ല. ഇവിടെയാണ് ഈ പ്രശ്നം. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ പറഞ്ഞ സൺഡേയും കൂടെ കവർ ചെയ്താൽ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആ ഞായറാഴ്ച ലീവായിട്ട് പോകും, ഡ്യൂട്ടി ആയിട്ട് പോകില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമുക്ക് അലവൻസുകളൊക്കെ കിട്ടുന്ന ലീവുകൾ നമ്മൾ എടുക്കണം. നമ്മൾ ശമ്പളം കിട്ടുന്ന ലീവ് എടുക്കണമെങ്കിൽ മാക്സിമം 180 ഡേയ്സ് വരെ അലവൻസുകൾ കിട്ടുള്ളൂ. ബേസിക് പേ പ്ലസ് DA ഒക്കെ കിട്ടാം, അലവൻസുകൾ കിട്ടുള്ളൂ. അത് ഏത് ലീവ് എടുത്താലും അങ്ങനെയാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് അതിനെപ്പറ്റി നമ്മൾ അറിയാനുള്ള. ഇപ്പോൾ ലീവ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആബ്സെൻസ് ആണ്. റൂൾ 65 ഇത് ആരുടെ അവകാശമല്ല, പക്ഷേ സാങ്ഷനിങ് അതോറിറ്റിക്ക് ഇഷ്ടമുള്ള പോലെ ലീവ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞു. 6 മാസത്തിന് മുകളിൽ ലോസ് ഓഫ് പേ എടുക്കണമെങ്കിൽ അതിന് നമ്മൾ KSRൽ LWA ലീവ് വിത്തൗട്ട് അലവൻസ് എന്നാണ് പറയുക. ലോസ് ഓഫ് പേക്ക്, ലോസ് ഓഫ് പേ എന്നാണ് നമ്മുടെ ഓമന പേരാ. അതെടുക്കുകയാണെങ്കിൽ 6 മാസത്തിന് മുകളിലാണെങ്കിൽ സാങ്ഷനിങ് അതോറിറ്റി ഗവൺമെൻറ്റായി മാറും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ ആരാണോ സാധാരണ ലീവ് സാങ്ഷൻ ചെയ്യാൻ അയാൾക്ക് അതിനുള്ള അധികാരമില്ല. അതിന് എക്സെപ്ഷൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സസ്പെൻഷൻ പീരീഡ് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ലീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ബാധകമല്ല. ഓക്കെ, ദെൻ ഇനി നമ്മൾ ലീവുകളെ സാധാരണ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് ഓർഡിനറി ലീവുകൾ, 2 സ്പെഷ്യൽ ലീവ്സ്. ഈ ഓർഡിനറി ലീവുകൾ 5 എണ്ണം ഉള്ളത്. ഓരോന്ന് ലീവ് ഞാൻ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെയാണ്. ഏൺഡ് ലീവ് അഥവാ EL എന്ന് നമ്മൾ ഓമനപ്പേര് വിളിക്കുന്ന ഏൺഡ് ലീവ്. 2 ഹാഫ് പേ ലീവ്, നമ്മൾ HPL എന്ന് പറയും, ഹാഫ് പേ ലീവ്. ഇത് ഒരു ഓർഡിനറി ലീവാണ്. 3 കമ്മ്യൂട്ടഡ് ലീവ്, അതിന് നമ്മൾ CML എന്ന ഓമനപ്പേര് വിളിക്കും, CML. പിന്നെ അടുത്തത് അധികം നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ലീവാണ് ലീവ് നോട്ട് ഡ്യൂ, അതിന് LND എന്നാണ് വിളിക്കുക, LND. പിന്നെ ലാസ്റ്റ് LWA, അതായത് ലോസ് ഓഫ് പേ എന്ന് പറയുന്ന ലീവ് വിത്തൗട്ട് അലവൻസ്. ഇത്രയാണ് നമ്മുടെ ഓർഡിനറി ലീവ്സ്. ഓർഡിനറി ലീവ്സ് വീണ്ടും ഒന്നുകൂടെ പറയാം, 5 എണ്ണമാണുള്ളത്. EL, HPL, CML, ലീവ് നോട്ട് ഡ്യൂ ആൻഡ് ലോസ് ഓഫ് പേ. ലോസ് ഓഫ് പേക്ക് LWA എന്ന് പറയും. ഇത്രയാണ് നമ്മുടെ 5 ഓർഡിനറി ലീവ്സ്. അതിനകത്ത് ഒന്നാമത്തെ ആൾ നമ്മൾ പഠിക്കുകയാണ് EL എന്ന് പറഞ്ഞ ആൾ, ഏൺഡ് ലീവ്. ഏൺഡ് ലീവിൻ്റെ റൂള് 77 മുതൽ 81 വരെയാണ്. നമ്മൾ ഈ റൂൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അതിൻ്റെ കൂടെ ഒരു വാക്ക് ഞാൻ ചേർക്കാതിരിക്കുകയാണ്. പാർട്ട് 1 KSR, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പാർട്ട് 1 KSR എല്ലാത്തിനോട് നിങ്ങൾ അറിയാണ്ട് ആഡ് ചെയ്തോണം കേട്ടോ, ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ. EL എന്നാണ് 77 to 81 എന്നാണ് പറയുക. എന്താണ് EL എന്ന് വെച്ചാൽ, ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ഡ്യൂട്ടികളുടെ ദിവസങ്ങൾക്ക് ആനുപാതികമായിട്ട് അയാൾ ഏൺ ചെയ്യുന്ന ലീവിനെയാണ് ഏൺഡ് ലീവ് എന്ന് വിളിക്കുന്നത്. അയാൾ ആർജിക്കുകയാണ്, അയാൾ ഡ്യൂട്ടി ചെയ്ത് ഇങ്ങോട്ട് ആർജിക്കുകയാണ്. ഡ്യൂട്ടി ചെയ്ത് ശമ്പളം മേടിക്കണ പോലെ ഡ്യൂട്ടി ചെയ്ത് ലീവ് ആർജിക്കുന്നു. ഇനി എങ്ങനെയാണ്? അപ്പോൾ അവിടെ ഒരു വാക്കുണ്ട് ഡ്യൂട്ടി. ആ ഡ്യൂട്ടിക്ക് അനുപാതം ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഡ്യൂട്ടി. ഡ്യൂട്ടിയിലുള്ള ദിവസങ്ങൾക്ക് ആനുപാതികമായിട്ട് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ലീവിനെ, ക്രെഡിറ്റിലേക്ക് വരുന്ന ലീവിനെയാണ് എന്ത് വിളിക്കുക? ഏൺഡ് ലീവ് എന്ന് നമ്മൾ വിളിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി ഏൺഡ് ലീവ് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഒരു ഉദ്യോഗസ്ഥൻ 11 ദിവസം ഡ്യൂട്ടി ചെയ്താൽ ഒരെണ്ണം ക്രെഡിറ്റ് വരും. അപ്പോൾ 11ൽ 1 വെച്ചിട്ടാണ് അയാളുടെ ക്രെഡിറ്റിൽ വരിക. പക്ഷേ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് ഒരു ദിവസം കയറി ആദ്യത്തെ വർഷം 11ൽ 1 വെച്ച് കൊടുക്കണ്ട, പകരം അതിൻ്റെ ഇരട്ടി 22ൽ 1 വെച്ചിട്ടേ കൊടുക്കാവൂ. 22 ദിവസം ഡ്യൂട്ടി ചെയ്താലേ ഒരു ദിവസം ക്രെഡിറ്റ് വരുള്ളൂ. ഇതാണ്
നമ്മൾ നിയമം അതാണ്. ഓക്കെ. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ജോലിയിൽ കയറിയാൽ ആദ്യത്തെ ഒരു വർഷം 22-1 വെച്ച് ക്രെഡിറ്റ് വരും, പിന്നീട് 11-1 വെച്ച് അത് ക്രെഡിറ്റ് ചെയ്യും. ഇനി വേറൊരു നിയമം കൂടെ ഉണ്ട്. ഈ 22-1 വെച്ച് ക്രെഡിറ്റ് ചെയ്തത് 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റീകാൽക്കുലേറ്റ് ചെയ്ത് 11-1 കൊടുക്കാൻ നിയമമുണ്ട്. ഈ 3 വർഷം എന്ന് ഞാൻ പറയുന്നത് ചില സ്ഥാപനങ്ങളിൽ ഈ 3 വർഷത്തിനുള്ളിൽ കൺഫർമേഷൻ കിട്ടും. അങ്ങനെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവർ ഈ 3 വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, അവർക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ 22-1 എന്നുള്ള ഫസ്റ്റ് ഇയർ സർവീസ് 11-1 നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ്റെ മാക്സിമം ക്രെഡിറ്റിൽ ഉണ്ടാകാവുന്ന ഏൺഡ് ലീവ് എന്ന് പറയുന്നത് 300 അതിൽ കൂടുതൽ ലീവ് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിറ്റിലും വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ലാപ്സായി പോകും, ക്രെഡിറ്റിലേക്ക് കയറില്ല. മാക്സിമം അതാണ്. ഇനി ഏൺഡ് ലീവ് കുറേ കിടപ്പുണ്ടെന്ന് വെച്ചിട്ട് ചുമ്മാ എടുക്കാനൊന്നും പറ്റില്ല. അറ്റ് എ സ്ട്രെച്ച് ഒറ്റയടിക്ക് എടുക്കാവുന്നത് 180 ഡേയ്സ് മാത്രമാണ്. 180 ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ ശരിക്കും കേട്ടു പോകണം. 180 ഡേയ്സ് വരെയാണ് നമ്മൾ ഏൺഡ് ലീവ് ഒരാൾക്ക് അറ്റ് എ സ്ട്രെച്ച് എടുക്കാവുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ വേറെ ഒന്നുമല്ല, ഒരാൾ റിട്ടയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് ഈ നിയമം ബാധകമല്ല. അതിനെ റിട്ടയർ ചെയ്യുമ്പോൾ എടുക്കുന്ന ലീവിനെ LPR എന്നാണ് പറയുക, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ചെടുക്കുന്ന ലീവ് ആകുമ്പം ഈ 180 ഡേയ്സ് അവിടെ ബാധകമല്ല. ഓക്കെ, അതൊരു എക്സെപ്ഷനാണ്. ഈ എക്സെപ്ഷൻസ് എപ്പോഴും പഠിച്ചോണം, പരീക്ഷയ്ക്ക് എപ്പോഴും എക്സെപ്ഷൻസാണ് വരിക. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ലീവ് കിട്ടുന്നത് 11-1 വെച്ചിട്ടാണ്, പക്ഷേ ഫസ്റ്റ് ഇയറിൽ 22-1 വെച്ചേ കിട്ടുള്ളൂ. ഒരാൾക്ക് ക്രെഡിറ്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും മാക്സിമം ക്രെഡിറ്റിൽ 300 വരാവുള്ളൂ. പിന്നെ ഇത് ലീവ് ഉണ്ടെന്ന് വെച്ച് എടുക്കാൻ പറ്റില്ല, 180 അറ്റസ്റ്റ് എടുക്കാവുള്ളൂ. അത് എക്സെപ്ഷൻ LPR മാത്രമാണ്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കുക. PT എംപ്ലോയീസ്, പാർട്ട് ടൈം എംപ്ലോയീസ് ആകുമ്പോൾ കുറച്ച് ചെറിയൊരു കുഴപ്പമുണ്ട്. അവർക്ക് 22-1 വെച്ചാൽ ഫസ്റ്റ് ഇയർ സർവീസും സെക്കൻഡ് ഇയർ സർവീസും ഒന്നുമില്ല, 22-1 വെച്ചാണ് അവരെ കാൽക്കുലേറ്റ് ചെയ്യുക. അവർക്ക് മാക്സിമം നമുക്ക് 15 ക്രെഡിറ്റിൽ വരാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ ഒരു വർഷത്തിൽ ക്രെഡിറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ ഓഫീസിൽ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അങ്ങനെ വരാൻ പാടുള്ളൂ. ഇതാണ് PT എംപ്ലോയിയുടെ കാര്യത്തിൽ വരുന്നത്. ഇനി ഇത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏൺഡ് ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വെക്കേഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളിലെ ഉദ്യോഗസ്ഥർ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും വെക്കേഷൻ ഓഫീസേഴ്സ് അല്ല. ഈ വെക്കേഷനുള്ള ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അവിടുത്തെ ടീച്ചേഴ്സാണ്. HMഉം മിനിസ്റ്റീരിയൽ സ്റ്റാഫും ഒക്കെ വെക്കേഷൻ വരേണ്ടി വരും. അതുകൊണ്ട് അവരെ വെക്കേഷൻ സ്റ്റാഫ് നല്ല കൂട്ടുക. അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ടീച്ചിങ് സ്റ്റാഫാണെങ്കിൽ അവർക്ക് വെക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഏൺഡ് ലീവ് ഇല്ല. അറിഞ്ഞിരിക്കുക, ഏൺഡ് ലീവ് അവർക്കില്ല, കാരണം അവർക്ക് വെക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് ഏൺഡ് ലീവ് വേണ്ട. പക്ഷേ അത്തരം ഉദ്യോഗസ്ഥരെ എങ്ങാനോ ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് വിളിച്ചു വരുത്തുകയാണ്, നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ വന്ന് വേറെ പണി ചെയ്യണം, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ വിളിച്ചു വരുത്തിയാൽ ആ വരുന്ന ദിവസത്തിന് ആനുപാതികമായിട്ട് ഏൺഡ് ലീവ് ക്രെഡിറ്റ് ചെയ്യണം. അതിനൊരു ഫോർമുലയുണ്ട്, N/V/30. N എന്താണെന്ന് ചോദിച്ചാൽ വന്ന ദിവസങ്ങൾ, നമ്പർ ഓഫ് ഡേയ്സ് പ്രസൻറ്റ് ഇൻ ഡ്യൂട്ടി, ബൈ V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെക്കേഷൻ, × 30 വരാൻ കാര്യം നമ്മൾ 30 എന്നുള്ളതാണ് ഒരു മാസത്തിൻ്റെ ഡേയ്സായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു മാസത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ വന്നത് ബൈ ടോട്ടൽ വെക്കേഷൻ × 30. എത്ര ദിവസം വന്നു, എപ്പോൾ വെക്കേഷൻ സമയത്ത് എത്ര ദിവസം ഡ്യൂട്ടി ചെയ്തോ അതേ ബൈ ടോട്ടൽ വെക്കേഷൻ × 30. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ 2 മാസത്തെ വെക്കേഷൻ, 6 ദിവസം വെക്കേഷൻ ആണെങ്കിൽ അവരെ ഒരു 15 ദിവസം വിളിച്ചു വരുത്തിയാൽ 15/60 × 30, അത്രയും അവർക്ക് ഏൺഡ് ലീവ് കൊടുക്കാം. ഇത്രയാണ് ഏൺഡ് ലീവിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി ഏൺഡ് ലീവിൻ്റെ സാലറി ഞാൻ നേരത്തെ പറഞ്ഞില്ല, സാലറി വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഏൺഡ് ലീവ് ആയതുകൊണ്ട് ഫുൾ സാലറി, എല്ലാ സാധനവും കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞൊരു കാര്യം അവിടെ കിടപ്പുണ്ട്, 180 ഡേയ്സ്. പക്ഷേ അതിവിടെ ബാധകമല്ല, നമുക്ക് 180 ഡേയ്സ് വരെ ലീവ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഏൺഡ് ലീവ് കൊണ്ട് ഏൺഡ് ലീവ് തീർന്നു. 77 മുതൽ 81 വരെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. വീണ്ടും ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ ഓർഡിനറി ലീവ് എന്ന് പറയുന്നത് ഹാഫ് പേ ലീവാണ്, HPL എന്ന് പറയും. ഇത് റൂൾ 82, 83 പറയുന്നത്. രണ്ട് റൂളുകളിലാണ് ഇത് പറയുക, 82 ആൻഡ് 83. അതിനകത്താണ് HPL പറ്റി പറയുന്നത്. എന്ത് HPL ഇങ്ങനെ ഒരു ഏൺഡ് ലീവായിട്ടുള്ള വ്യത്യാസമില്ല, അതും ആർജിക്കുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ ആർജിച്ചുകൊണ്ടിരുന്നത് ഡ്യൂട്ടിക്ക് ആനുപാതികമാണ്. ഇവിടെ അങ്ങനെയല്ല, ഡ്യൂട്ടി ചെയ്യണമെന്നില്ല, സർവീസ് ഉണ്ടെങ്കിൽ HPL കിട്ടും.
സർവീസ് ഇൻ ഡ്യൂട്ടി എന്നുള്ള വ്യത്യാസം ഞാൻ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം. സർവീസിലുണ്ടെങ്കിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ, അവിടെ 11 ദിവസമായിരുന്നു, ഇവിടെ 1 വർഷം കംപ്ലീറ്റ് ചെയ്യാൽ അയാളുടെ ക്രെഡിറ്റിലേക്ക് 20 HPL വരും. അറിഞ്ഞിരിക്കുക, 1 വർഷം കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ പിറ്റേ ദിവസമേ അത് വരത്തുള്ളൂ, അതിനിടയ്ക്കൊന്നും വരത്തില്ല. അപ്പം അവിടെ വരുമ്പോൾ 20 ദിവസം കിട്ടും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 വർഷം കംപ്ലീറ്റ് ആയില്ല, അതിൻ്റെ 2 ദിവസം മുമ്പ് ചോദിച്ചാൽ ഒരെണ്ണം പോലും കൊടുക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ 20 എണ്ണം തരാം, പക്ഷേ ഇപ്പോൾ നിനക്കൊന്നും തരികയെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ക്രെഡിറ്റിൽ വരില്ല, ഒരെണ്ണം പോലും വരില്ല. വരുന്നത് നമ്മുടെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ പിറ്റേ ദിവസമേ വരത്തുള്ളൂ. എത്ര എണ്ണം കിട്ടുമെന്ന് വെച്ചാൽ 20 ഹാഫ് പേ ലീവ് 1 വർഷത്തിൽ ഒരാൾക്ക് കിട്ടും. ഇത് എന്തിനാനുപാതിക? ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ സർവീസ്, നോട്ട് ഡ്യൂട്ടി ഏൺഡ് ലീവിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അറ്റേ സ്ട്രെച്ച് എടുക്കാവുന്ന റൂളില്ല ഇവിടെ. ഏൺഡ് ലീവിനെ സംബന്ധിച്ച് അറ്റേ സ്ട്രെച്ച് 150 വരെ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റയടിയും 2 അടിയൊന്നുമില്ല. ഇവനെ ക്രെഡിറ്റിൽ എത്രയുണ്ടോ അത്രയും വേണം എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, 180 ഡേയ്സ് കഴിഞ്ഞാൽ അലവൻസുകളൊന്നും കിട്ടില്ല. അത് എല്ലാ ലീവിനും ബാധകമാണ്, അത് അറിഞ്ഞിരിക്കുക, അത് ഇവിടെയും ബാധകമാണ്. ഇനി ഹാഫ് പേ ലീവിൻ്റെ സാലറി എങ്ങനെയാണ്? ഹാഫ് പേ ലീവിൻ്റെ സാലറി അതിനകത്ത് പേര് പോലെ തന്നെ, എന്താ പേര്? ഹാഫ് പേ. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് പേ ശമ്പളം, ബേസിക് പേയുടെ പകുതി, DAയുടെ പകുതി, അലവൻസ്, ഇത്ര നമുക്ക് കിട്ടുക. ബേസിക് പേയുടെ പകുതി, DAയുടെ പകുതി, അലവൻസിനകത്ത് കട്ടിങ് ഇല്ല. ബേസിക് പേയുടെ ഹാഫ്, DAയുടെ ഹാഫ്, അലവൻസ്. ഇതാണ് ഹാഫ് പേ ലീവ്. വളരെ സിമ്പിളാണ്. പക്ഷേ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഹാഫ് പേ ലീവ് എടുക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണക്കാർ ആരാന്ന് ചോദിച്ചാൽ 50,200 50,200 50,200 എക്സീഡ് ചെയ്യാത്ത ഉദ്യോഗസ്ഥരാണെങ്കിൽ പേ 50,200 മുകളിൽ പോകാത്ത ഉദ്യോഗസ്ഥരാണ് 50,200 വരെ ആകാം. അങ്ങനെയുള്ളവർക്ക് ഒരു കണ്ടീഷൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹാഫ് പേ, ഹാഫ് DA, ഫുൾ അലവൻസാണ് സാധാരണഗതിയിലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ തരുന്നു, ഹാഫ് പേ ഹാഫ് തന്നെ, പക്ഷേ DA ഫുള്ള് തരാം. ഇതിൻ്റെ മൊത്തം ഇയാൾക്ക് ഉണ്ടായിരുന്ന DAയും കൊടുക്കാം, അലവൻസ് അതുപോലെ തന്നെ ഫുള്ള് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മാർഗം കൂടെ ഗവൺമെൻറ് ഉണ്ട്, ഹാഫ് പേ പ്ലസ് ഫുൾ DA പ്ലസ് ഫുൾ അലവൻസ് എന്നാണല്ലോ പറഞ്ഞത്. ഹാഫ് പേ വേണ്ട, 65% ഓഫ് പേ, 65% ഓഫ് DA പ്ലസ് ഫുൾ അലവൻസ്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. 50,200 എക്സീഡ് ചെയ്യാത്തവർക്ക് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇവർക്ക് ഹാഫ് പേ പ്ലസ് ഹാഫ് DA അല്ല, ഫുൾ DA പ്ലസ് ഫുൾ അലവൻസ്, ഓർ 65% ഓഫ് ദ പേ പ്ലസ് 65% ഓഫ് ദ DA പ്ലസ് ഫുൾ അലവൻസ്. ഇതിലേത് വേണേൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ടാണെങ്കിൽ, കൂടുതലുള്ള സാധനത്തിന് സാലറി ആയിട്ടുള്ള അല്ല കൊടുക്കുക, സ്പെഷ്യൽ ലീവ് അലവൻസ് എന്ന് പറയുന്ന ഓമന പേരിലേ കൊടുക്കുകയുള്ളൂ, സാലറി ആയിട്ട് കൊടുക്കില്ല. ഇത് KSR എപ്പോഴും KSRൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സ്പെഷ്യൽ ലീവ് അലവൻസ് എന്താണെന്ന് എപ്പോഴും ചോദ്യം വരും, തിരിച്ചും മറിച്ചൊക്കെ വരും. അപ്പോൾ മനസ്സിരിക്കുക, ഹാഫ് പേ ലീവുകാർക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, 50,200 എക്സീഡ് ചെയ്യാത്ത സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഹാഫ് പേ പ്ലസ് ഹാഫ് DA പ്ലസ് ഫുൾ അലവൻസ് മാറ്റിയിട്ട് ഗവൺമെൻറ് പറഞ്ഞു ഹാഫ് പേ പ്ലസ് ഫുൾ DA പ്ലസ് ഫുൾ അലവൻസ്, ഓർ 65% ഓഫ് പേ പ്ലസ് 65% ഓഫ് DA പ്ലസ് ഫുൾ അലവൻസ്, ഇങ്ങനെ കൊടുക്കാം. ഇത് രണ്ടാമത്താണ് കൂടുതലെങ്കിൽ ആ കൂടിയ എമൗണ്ടിനെ സാലറി എന്നുള്ള ഹെഡിലല്ല വരിക, പകരം ഒരു അലവൻസ് ആയിട്ടാണ് വരിക. ആ അലവൻസിൻ്റെ പേരാണ് സ്പെഷ്യൽ ലീവ് അലവൻസ്. ഇത്രയും HPL പഠിക്കാനുള്ളൂ. അപ്പോൾ 2 സാധനം പഠിച്ചു, ഏൺഡ് ലീവ് പഠിച്ചു, HPL പഠിച്ചു. ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ആൾ വളരെ സിമ്പിൾ ആളാണ്, കമ്മ്യൂട്ടഡ് ലീവ്, CML എന്ന് പറയുന്നത്. ഈ CML എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് പേ ലീവ് എന്ന് വാക്ക് കേട്ട നമുക്കറിയാലോ, പകുതി ശമ്പളത്തോടെയുള്ള ലീവാണ്. ഇനി ഒരാൾ പറയും എനിക്ക് പകുതി ശമ്പളം വേണ്ട, എനിക്ക് മുഴുവൻ ശമ്പളം വേണം, പകരം എൻ്റെ ഹാഫ് പേ ലീവ് 2 എണ്ണം അങ്ങോട്ട് ഡെബിറ്റ് ചെയ്തു, 2 എണ്ണം എന്നെ ഒഴിവാക്കിക്കോ. അപ്പോൾ 2 ഹാഫ് പേ ലീവ് കമ്പൈൻ ചെയ്ത് ടുഗദർ ഒരുമിച്ചെടുക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ്
CML കമ്മ്യൂട്ടഡ് ലീവ്. അപ്പോൾ അവിടെ നമുക്ക് 2 ഹാഫ് പേ ലീവ് പോകും. ഒരു CML എടുത്താൽ 2 ഹാഫ് പേ ലീവ് പോകും. പക്ഷേ അയാൾക്ക് ഫുൾ സാലറി കിട്ടും. അപ്പോൾ അതിൻ്റെ സാലറിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പോൾ 2 ഹാഫ് പേ ലീവ് കമ്പൈൻ ചെയ്തെടുക്കുന്ന ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് CML. ഇനി CML ഒരു പ്രത്യേകതയുണ്ട്. CML പെർമനൻറ്റ് എംപ്ലോയീസിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇത് സാധാരണഗതിയിൽ കൺഫർമേഷൻ കിട്ടാത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് 3 വർഷത്തിന് ശേഷമേ സർവീസ് 3 വർഷം ഇരുന്നതിന് ശേഷമേ CML പാസ്സാക്കാവുള്ളൂ. സർവീസിൽ കയറി 3 വർഷത്തിന് ശേഷമേ CML പാസ്സാക്കാവൂ. HPL അല്ല കേട്ടോ, CMLൻ്റെ കാര്യമാണ് പറഞ്ഞത്. പലരും പിന്നെയും വിളിച്ച് ചോദിക്കാറുണ്ട് ഇത്. സാറേ HPL എത്ര നാൾ കഴിഞ്ഞ് പാസ്സാക്കാം? അങ്ങനെ HPLൻ്റെ കാര്യത്തിൽ നിയമമല്ല, ക്രെഡിറ്റ് വന്നാൽ പാസ്സാക്കാം. CMLൻ്റെ കാര്യമാണ് പലപ്പോഴും ഞാൻ പറയുന്നത്. അത് തെറ്റിദ്ധരിച്ച് HPL ആണെന്ന് വിചാരിക്കരുത്. HPL 2 കൂട്ടിച്ചേരുമ്പോഴാണ് CML. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എപ്പോൾ 3 വർഷത്തിനുള്ളിലാണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ CML പാസ്സാക്കാൻ 3 വർഷം കഴിഞ്ഞ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പാസ്സാക്കാവുള്ളൂ. ഇനി CML കാര്യത്തിൽ വേറെ നിയമമൊന്നുമില്ല. എത്ര പാസ്സാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിയമം പറയുന്നുണ്ട്. CMLഉം ELഉം കമ്പൈൻ ചെയ്ത് എടുക്കണമെങ്കിൽ 240 എക്സീഡ് ചെയ്യരുത്. ഇനി CMLഉം വെക്കേഷനും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 240 എക്സീഡ് ചെയ്യരുത്. ഇനി CMLഉം വെക്കേഷനും ELഉം കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിലും 240 കൂടി പോകരുത്. ഇത്രയും അവിടെ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. 3 ലീവ് ഉറപ്പായല്ലോ. ED ലീവ്, HPL, CML. ഇതാരാണെന്ന് ഓർക്കണം. ഇവരെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി ലീവ്സ്. അതിൽ 3 ആയുള്ളൂ. ഇനി 2 പേരൂടെ ഉണ്ട്. അടുത്ത ആളുടെ പേരാണ് ലീവ് നോട്ട് ഡ്യൂ. ആ വാക്ക് കേൾക്കുമ്പോൾ പറയും ഡ്യൂ ആകാത്ത ലീവ്. ഡ്യൂ ആകാന്ന് വെച്ചാൽ ക്രെഡിറ്റിൽ വരാത്ത ലീവ്. ക്രെഡിറ്റിൽ വരാത്തതെന്ന് വെച്ചാൽ ഇല്ലാത്ത ലീവ് കൊടുക്കുന്നു. ഈ മെക്കാനിസത്തെയാണ് ലീവ് നോട്ട് ഡ്യൂ എന്നാണ്. ഞാൻ ഹാഫ് പേ ലീവ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഹാഫ് പേ ലീവ് 1 വർഷം കഴിയുമ്പോൾ 20 ക്രെഡിറ്റിൽ വരുമെന്ന് പറഞ്ഞു. 20 ക്രെഡിറ്റിൽ വരും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു വാക്ക് വീണ്ടും പറഞ്ഞു. ഇപ്പം നമുക്ക് ഒരു 30-ാം തീയതിയാണ്, ഇപ്പം നവംബർ 30-നാണ് ഒരാൾക്ക് ക്രെഡിറ്റിൽ വരുന്നതെന്നിരിക്കട്ടെ 20. നവംബർ 29-ാം തീയതി ചെന്നിട്ടില്ലെങ്കിൽ 28-ാം തീയതി ചെന്നിട്ട് ഇയാൾ ഓഫീസറോട് ചോദിക്കുകയാണ്, സാറേ മറ്റന്നാൾ എനിക്ക് 20 ക്രെഡിറ്റ് വരുമല്ലോ, എനിക്ക് ഇന്ന് ഒരു ലീവ് താ സാറേ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല. കാരണം HPLൻ്റെ നിയമം അതാണ്. ക്രെഡിറ്റ് HPLൻ്റെ അല്ല ഏത് ലീവാണെങ്കിലും ക്രെഡിറ്റ് വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ലീവ് നോട്ട് ഡ്യൂ. ഡ്യൂ ആകാത്ത HPL, ആ വാക്ക് ഓർത്തിരിക്കുക, ഡ്യൂ ആകാത്ത HPL മുൻകൂറായി കൊടുക്കുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ലീവ് നോട്ട് ഡ്യൂ. ഡ്യൂ ആകാത്ത HPL മുൻകൂട്ടി കൊടുക്കുക. ഇവിടെ ഇത് പല ഓഫീസേഴ്സും സാങ്ഷൻ ചെയ്യാൻ മടിക്കും. അതിനൊരു കാരണമുണ്ട്. ഈ സാങ്ഷനിങ് അതോറിറ്റിക്ക് ഒരു ജോലിയുണ്ട്. ഇയാൾക്ക് ഈ ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി ലീവ് കഴിഞ്ഞ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമെന്നും ചെയ്താൽ എത്രയാണോ കൊടുക്കുന്നത് അത്രയും HPL ഇയാൾ ഏൺ ചെയ്യുമെന്നും ഉറപ്പിക്കേണ്ട ചുമതല സാങ്ഷനിങ് അതോറിറ്റിക്കാണ്. അപ്പോൾ സാങ്ഷനിങ് അതോറിറ്റി 2 കാര്യങ്ങൾ ഉറപ്പിക്കണം. എന്താണ്? ഇനി ബാക്കി സർവീസ് കിടപ്പുണ്ട്, അതുകൊണ്ട് എത്രണ്ണം ഞാൻ കൊടുത്തു അത്ര അയാൾക്ക് ഭാവിയിൽ കിട്ടും. ഇത് രണ്ടും അയാൾ ഉറപ്പിക്കണം. ആര്? സാങ്ഷനിങ് അതോറിറ്റി. മറ്റേ ആൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സാങ്ഷനിങ് അതോറിറ്റിക്കോട് ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അവിടെയാണ് കുഴപ്പം. ഇത് ക്യാൻസൽ എടുത്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ CML, അപ്പോൾ ലീവ് നോട്ട് ഡ്യൂ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രധാനമാണ്. ഇനി ഇതെങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ്. അറ്റ് എ സ്ട്രെച്ച് ഇതെടുക്കാവുന്നത് 90 ദിവസം വരെയാണ്. അറ്റ് എ സ്ട്രെച്ച് 90 ദിവസം വരെ എടുക്കാം. ഇനി ലോസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എൻറ്റയർ സർവീസിൽ 180 വരെ പറ്റുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റൂടെ തന്നാൽ മാക്സിമം കൊടുക്കാവുന്നത് 360ആണ്. 360 ദിവസമാണ് ഇയാളുടെ എൻറ്റയർ സർവീസിൽ ലീവ് നോട്ട് ഡ്യൂ പാസ്സാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 90 അതിൻ്റെ ഇരട്ടി. അപ്പോൾ 90 അറ്റസ്റ്റേഴ്സ്, പിന്നെ 180 വരെ വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. 180 മുകളിലാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം.
ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉൾപ്പെടെ എൻറ്റയർ സർവീസിൽ എടുക്കാവുന്നത് 360 ആണ്, 360. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LNDയെ പറ്റി പഠിക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്താണ് ലീവ് എന്ന് ഞാൻ പറഞ്ഞു. ലീവ് ഓതറൈസ്ഡ് ആബ്സെൻസ് ആണ് ഫ്രം ഡ്യൂട്ടി. അതിൽ റൂൾ 65 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഇത് ആരുടെ അധികാരമല്ല, അവകാശമല്ല എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ എങ്ങനെ ഇത് പാസ്സാക്കുക, ഇത് ആരാണ് പാസ്സാക്കേണ്ടത്? അത് നമ്മുടെ സാങ്ഷനിങ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ആരാണ് നിങ്ങളുടെ ലീവ് പാസ്സാക്കുന്നത് അയാൾക്ക് തന്നെ എല്ലാ ലീവും പാസ്സാക്കാം, എക്സെപ്റ്റ് 6 monthsന് മുകളിലുള്ള ലോസ് ഓഫ് പേ. അത് ഗവൺമെൻറ്റാണ്. അവിടെ 2 എക്സെപ്ഷൻ ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാം പ്രിഫിക്സ് ചെയ്യാൻ സഫിക്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിഫിക്സിങ്ങും സഫിക്സിങ്ങും ഒന്നും നടക്കുകയില്ല. അവിടെ ആ ഹോളിഡേയ്സും കൂടെ PHകൾ പബ്ലിക് ഹോളിഡേയ്സും കൂടെ ലീവായിട്ട് കയറിപ്പോകും എന്ന് പറഞ്ഞു. അത് ഓർക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് 180 days വരെ അലവൻസൊക്കെ ഉള്ള ലീവാണെങ്കിൽ അലവൻസുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബേസിക് പെയിൻ DA മാത്രമേ കിട്ടുള്ളൂ. അതും 180 days വരെ മാക്സിമം ഇതെല്ലാം കിട്ടുള്ളൂ എന്ന് പറയുന്നു. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. റൂൾ 71 കൃത്യമായിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയാണ് ബേസിക് ആയിട്ട് ലീവിൻ്റെ കാര്യം. പിന്നെ ഓർഡിനറി ലീവ്, സ്പെഷ്യൽ ലീവ് എന്നാണ് 2ആയിട്ട് തിരിച്ചേക്കുന്നത്. അതിൽ ഓർഡിനറി ലീവ് 5 എണ്ണമാണ്. ഒന്നാമത്തെ ആൾ ഏൺഡ് ലീവാണ്. ഏൺഡ് ലീവ് ഡ്യൂട്ടിക്ക് അനുസരിച്ച് കിട്ടുന്നതാണ്. അത് 11-1 ഫസ്റ്റ് ഇയർ 22-1. പക്ഷേ 3 വർഷം കഴിഞ്ഞാൽ റീകാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം 300 ക്രെഡിറ്റ് പറ്റുള്ളൂ. അറ്റസ്റ്റ് വെച്ച് 180 പറ്റുള്ളൂ. PT എംപ്ലോയീസിന് 22-1 വെച്ച് കിട്ടും എന്നും പറഞ്ഞു. അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞാൽ 15 മാക്സിമം ക്രെഡിറ്റിൽ വരിക. ഇനി ഈ ഏഡ് ലീവ് വെക്കേഷൻകാർക്ക് ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് തിരിച്ച് വെക്കേഷൻ ഉള്ള സമയത്ത് വീട്ടിൽ ഇരിക്കേണ്ട ഇവിടെ നിന്ന് കുറേ പണി ചെയ്യാൻ പറഞ്ഞ് വിളിച്ചാൽ N/V × 30 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വന്ന ദിവസങ്ങൾ, V മൊത്തം വെക്കേഷൻ. രണ്ടാമത്തെ ആൾ 82, 83 റൂൾസിൽ പറയുന്ന HPL ആണ്. HPL എന്ന് പറയുന്നത് സർവീസിന് ആനുപാതികമായിട്ടാണ്. മറ്റത് EL ഡ്യൂട്ടിക്ക് ആനുപാതികമായിട്ട്. 1 വർഷം സർവീസ് ചെയ്താൽ 20 എണ്ണം ക്രെഡിറ്റിൽ വരും നമ്മൾ പറഞ്ഞു. പിന്നെ ഏൺഡ് ലീവിന് ഫുൾ സാലറിയാണ്, ഇവിടെ ഹാഫ് സാലറിയാണ്. എക്സെപ്ഷൻ 50,200 എക്സീഡ് ചെയ്യാത്തവർക്കാണ്. അതൊക്കെ നോക്കുക, പഠിച്ചേക്കുക. പിന്നെ ഇവിടെ 180 days കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ HPL ഒരു കണ്ടീഷൻ വെച്ചാൽ നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ ഇല്ല, ക്രെഡിറ്റ് ഉള്ളത്രയും മുഴുവൻ എടുക്കാം. പക്ഷേ 180 days കഴിഞ്ഞാൽ അലവൻസ് കിട്ടില്ല. അതെല്ലാ ലീവിനും ബാധകമാണ്. പിന്നെ നമ്മൾ ഇതിന് സാലറിയിൽ സാധാരണക്കാരനൊരു ആശ്വാസം ഗവൺമെൻറ് 50,200 എക്സീഡ് ചെയ്യാത്തവർക്ക് കണ്ടീഷൻ പറഞ്ഞു. പക്ഷേ അവിടെ സാലറി ആയിട്ടല്ല കൊടുക്കുക, അതിന് പേര് ഓമനപ്പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞു. സ്പെഷ്യൽ ലീവ് അലവൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ക്ലിയർ. CML എന്താണെന്ന് പറഞ്ഞു. 84 പറയുന്നു 2 HPL കണക്ട് ചെയ്തെടുക്കുന്നതാണ് CML. അത് എന്താ നേരത്തെ പറഞ്ഞാൽ പെർമനൻറ്റ് എംപ്ലോയീസിന് 3 വർഷം കഴിഞ്ഞിട്ട് സാങ്ഷൻ ചെയ്യാവുള്ളൂ പറഞ്ഞു. ഇനി ഏൺഡ് ലീവും CMLും കൂടെ കമ്പൈൻ ചെയ്താൽ 240 ദിവസം മാക്സിമം എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. വെക്കേഷനായിട്ട് കമ്പൈൻ ചെയ്താൽ ഇത് തന്നെ. ഇനി ലീവ് നോട്ട് ഡ്യൂ എന്താണെന്ന് പറഞ്ഞു. ഡ്യൂ ക്രെഡിറ്റിൽ വരാത്ത HPL മുൻകൂട്ടി കൊടുക്കുന്ന പരിപാടി വിളിക്കുന്നവരാണ് ലീവ് നോട്ട് ഡ്യൂ. അത് 90 അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് 180, മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്താൽ പോലും എൻ്റെ സർവീസിൽ 360. ഇത്രയും കാര്യങ്ങളാണ് ഓർക്കുക. അവിടെ 2 കാര്യങ്ങൾ പിന്നെ നമ്മുടെ സാങ്ഷനിങ് അതോറിറ്റി അഷ്വർ ചെയ്യണം, എന്നിട്ട് അത് പാസ്സാക്കാവൂ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ലോസ് ഓഫ് പേ. ലോസ് ഓഫ് പേ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോരണം, എൻ്റെ കൂടെ പോരണം. എന്നാലേ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത